ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മുത്തിനെ വിന്നറായിട്ട് അനൗൺസ് ചെയ്യാണ്. അപ്പം മത്സരത്തിന് പങ്കെടുത്ത ആൾക്കാർക്ക് ചെറിയ ചെറിയ പ്രോത്സാഹന സമ്മാനം കൊടുക്കുന്നുണ്ട്. മുത്തിന് 25 ലക്ഷം രൂപ കൊടുക്കണം. ആ ഒരു സമയത്ത് കളക്ടർ മുന്നോട്ട് വരുന്നുണ്ട്. മുത്തിനെ സ്റ്റേജിലേക്ക് വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, മുത്ത് ഈ മത്സരത്തിൽ വിജയിക്കാൻ വേണ്ടി എന്തായിരുന്നു പ്രചോദനം, എന്തായിരുന്നു അതിൻ്റെ ഒരു സീക്രട്ട് എന്ന് ചോദിക്കുമ്പോൾ മുത്ത് പറയുന്നുണ്ട്, എനിക്ക് മണിക്കുട്ടിനെ തോൽപ്പിക്കണം, അത് മാത്രമായിരുന്നു എൻ്റെ ഉദ്ദേശം എന്ന് പറയുവാണ്. ഇത് കേൾക്കണം മണിക്കുട്ടി കാവ്യയുടെ മടിയിലിരിക്കുക കേട്ടോ. മണിക്കുട്ടി പൊട്ടിക്കരയാണ്. കാവ്യ സമാധാനിപ്പിക്കുകയാണ്. മണിക്കുട്ടി പോട്ടെ മോളെ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്. അതിനുശേഷം മണിക്കുട്ടിനെ വിളിക്കുന്നുണ്ട് കളക്ടർ. ആരായി മണിക്കുട്ടി ചോദിക്കുമ്പോൾ മണിക്കുട്ടി വരുവാണ്. എന്താ മോളെ, മോൾക്ക് എന്തിനു പറയാനുണ്ടെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് മുത്തിനോട് ഒരു ദേഷ്യമില്ല. എൻ്റെ അനിയത്തിനെ പോലെ തന്നെയാണ് മുത്ത്, അന്നും ഇന്നും എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കുന്നുണ്ട്. കരയാണ്. ഞാൻ ഈ മത്സരത്തിൽ പങ്കെടുത്തത് എൻ്റെ അമ്മയുടെ ഓപ്പറേഷന് വേണ്ടിയിട്ടാണ്, പക്ഷെ ഞാൻ തോറ്റുപോയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് മണിക്കുട്ടി കരഞ്ഞുകൊണ്ട് സ്റ്റേജിന് പിന്നെ കാവ്യയുടെ അടുത്തേക്ക് തന്നെ പോവാട്ടോ. അതിനുശേഷം മത്സര സമ്മാനം കൊടുക്കണതാണ് മുത്തിന് മത്സര സമ്മാനം കൊടുക്കുന്നത് കളക്ടറായിട്ടോ. അപ്പോൾ 25 ലക്ഷം രൂപയുടെ ആ ഒരു ചെക്കും, ചെറിയ ചെക്കും അങ്ങനെയാണ് കൊടുക്കണം. അപ്പോൾ കൊടുക്കുന്ന സമയത്ത് മുത്ത് മേടിക്കുന്നുണ്ട്. അതിനുശേഷം എല്ലാവരും കൈയടിക്കുന്നുണ്ട്. മുത്ത് പെട്ടെന്ന് മണിക്കുട്ടി അവിടെ നിന്നേ എന്ന് പറഞ്ഞിട്ട് ആ ചെക്ക് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന ഭാഗത്തോട് കൂട്ടിയിട്ട് പ്രൊമോ തീരണത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, മുത്ത് ആ പൈസ കൊടുക്കാൻ പോണത് മണിക്കുട്ടിക്കാണ്. ജയമോഹിനിയും ഭരത്തൊക്കെ ചോദിക്കുമ്പോൾ പറയാനൊരു കാരണമുണ്ട്. നിങ്ങൾ എന്താ പറഞ്ഞത്, മണിക്കുട്ടിനെ തോൽപ്പിക്കണം, ഞാൻ തോൽപ്പിച്ചു, പിന്നെ ഈ പൈസ അത് ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് പൈസ ഇല്ലേ മുത്തശ്ശി, അവളുടെ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ അതല്ലേ വലുത് എന്ന് മുത്ത് പറയാൻ പോണ ആ ഒരു കാര്യമുണ്ട് നമ്മൾ കേൾക്കാൻ പോണത്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.